ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതീ നമഃ. നമസ്കാരം പ്രിയരെ, ലളിത സാഹസ്രകത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 53-ാമത്തെ ശ്ലോകത്തോടുകൂടെ നമുക്ക് ആരംഭിക്കാം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ശ്രീമദ് ഭഗവത്ഗീതായ സാഖ്യയോഗോ നാമ്നേ ദ്വിതീയോധ്യായേ ത്രിപഞ്ചവിംശ ശ്ലോകഃ. ശ്രുതിവിപ്രതിപന്നാതേ യദാ സ്ഥാസ്യതി നിശ്ചലാ സമാധാവചലാ ബുദ്ധേ തദാ യോഗമവാപ്സ്യസി. അല്ലയോ അർജുന, വേദോക്തങ്ങളായിട്ടുള്ള അലങ്കാരങ്ങളിൽ ഭ്രമിക്കാതെ നീ സത്യം മനസ്സിലാക്കുക. അങ്ങനെ നിന്റെ ബോധം പ്രവർത്തിക്കുമ്പോൾ നിനക്ക് സ്ഥിരമായിട്ടുള്ള ബുദ്ധി ഉണരുന്നതാണ്. എപ്പോഴും അങ്ങനെയാണ്. പുരാണങ്ങളെല്ലാം അലങ്കാരങ്ങളാൽ സമൃദ്ധമാണ്. അങ്ങനെയുള്ള അലങ്കാരങ്ങളെ വിട്ടുകൊണ്ട് അതിലെ സത്തയെടുക്കുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും എന്നാണ് കൃഷ്ണൻ ഉദ്ദേശിക്കുന്നത്. നാമത്തിലേക്ക് പോകാം. നാമം 496. വദനത്രയ സംയുത. വദനങ്ങളുടെ ത്രയത്താൽ സംയുതമായിട്ടുള്ള ശക്തിയെ വദനത്രയ സംയുത എന്ന് വിശേഷിപ്പിക്കുന്നു. നമ്മൾ വയറിനെക്കുറിച്ചാണ് കഴിഞ്ഞ നാമത്തിൽ പറഞ്ഞത് അല്ലേ? ഇപ്പോൾ അതിൻ്റെ 3 മുഖങ്ങളെ പറ്റിയാണ് പറയുന്നത്. വയറിനെ നിയന്ത്രിക്കുന്ന, ബന്ധിപ്പിക്കുന്ന, പുഷ്ടിപ്പെടുത്തുന്ന ആ 3 മുഖങ്ങൾ ഏതൊക്കെയാണെന്നോ? വായ, മലദ്വാരം, മൂത്രനാളി. കാരണം വയറുമായിട്ട് ബന്ധപ്പെടുന്ന 3 ഭാഗങ്ങൾ ഇവയാണ്. ധാതുക്കളെയെല്ലാം പുഷ്ടിപ്പെടുത്തുവാൻ ഈ 3 മുഖങ്ങളുടെ സുഗമമായിട്ടുള്ള പ്രവർത്തനം അത്യന്താപേക്ഷിതമാണ്. ഒരർത്ഥത്തിൽ നമ്മുടെ നിലനിൽപ്പ് തന്നെ ഇതിന് ആധാരമായിട്ടാണ് വർത്തിക്കുന്നത്. അങ്ങനെയുള്ള മുഖങ്ങളെ ഒരു ശക്തിയുടെ 3 മുഖങ്ങളായി കാണുകയും അവ പ്രകീർത്തിക്കപ്പെടേണ്ടവയുമാണ് എന്നതാണ് ഭാഷ്യം. അതായത് ആ അനുഗ്രഹത്തെ നാം എപ്പോഴും ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ദഹനപ്രക്രിയയ്ക്ക് ഉതകുന്ന ആമാശയവും ചെറുകുടലും വൻകുടലും ചേർന്ന് 3 ഘടകങ്ങളെയും നമുക്ക് മാനിക്കാം. ഒരു മനുഷ്യ ശരീരത്തിൻ്റെ അകത്ത് നടക്കാത്ത എന്തൊക്കെയാണല്ലേ? സകലമായ യന്ത്രങ്ങളും അവൻ്റെ ശരീരത്തിലുണ്ട്. ഇതിനെ ഭക്തിയിലൂടെ നോക്കുമ്പോഴോ, മണിപൂരവാസിനിയായ ദേവിക്ക് 3 മുഖങ്ങളാണ്. ഈ 3 മുഖങ്ങൾ ഭൗതികതയിലൂടെ നോക്കുമ്പോൾ ജാഗ്രത, സ്വപ്ന, സുഷുപ്തി അവസ്ഥകളും ആധ്യാത്മികതയിലൂടെ സൃഷ്ടി, സ്ഥിതി, സംഹാരങ്ങളുമാണ്. ചക്രങ്ങളുടെ വർണ്ണനയിലൂടെ നോക്കുമ്പോഴോ ഇടാ, പിങ്കള, സുഷുമ്ന എന്നീ 3 നാഡികളെയാണ് മുഖങ്ങളാക്കേണ്ടത്. ഇവയാണ് 72,000 നാഡികളെ പ്രതിനിധീകരിച്ചു കൊണ്ടിരിക്കുന്നത്. സാധനയുടെ വഴിയിൽ പുരുഷനും പ്രകൃതിയും പ്രകൃതവുമാണ് ഈ 3 വദനങ്ങൾ. ഈ 3 വദനങ്ങളുടെയും ഏകതയാണ് തൻ്റെ സാധനയിലൂടെ ഒരു സാധകൻ തിരിച്ചറിയുന്നതും തിരിച്ചറിയേണ്ടതും. ഇനി നമുക്ക് ഭൂമിയിലേക്ക് ശ്രദ്ധിക്കാം. മണ്ണ്, ജലം, വായു ഇങ്ങനെയുള്ള 3 മുഖങ്ങളാൽ പരസ്പര പൂരിതമായിട്ടുള്ളവളാണ് ഭൂമി. ഇവയാണ് ഭൂമിയെ ആവാസ വ്യവസ്ഥ നിലനിർത്തുന്നത് അല്ലേ? സത്യത്തിൽ ഭൂമിയുടെ അന്തരീക്ഷം ഇങ്ങനെയാണ്. അത് മണ്ണിനടിയിൽ ജലത്തെയും ജലത്തിൽ വായുവിനെയും വായുവിൽ ചരാചരങ്ങളെയും ഒക്കെ ലയിപ്പിച്ച് നിർത്തുകയാണ്. അങ്ങനെ അനവധി അർത്ഥതലങ്ങളാണ് നമ്മിലേക്ക് നോക്കുമ്പോഴും, ഭൗതികതയിലൂടെ നോക്കുമ്പോഴും, ഭൂമിയിലേക്ക് നോക്കുമ്പോഴും, ആധ്യാത്മികതയിലൂടെ നോക്കുമ്പോഴും എല്ലാം നിരവധി അർത്ഥതലങ്ങളെ നമുക്ക് സ്പർശിക്കാൻ കഴിയും. നാമം ഇവിടെ അവസാനിപ്പിക്കാം. നാമത്തിലെ ചിന്ത വദനങ്ങളുടെ മഹാത്മ്യമായിരിക്കണം. അങ്ങനെയുള്ള മഹാത്മ്യത്തിൽ ഊന്നിക്കൊണ്ടായിരിക്കട്ടെ നാമം സംയുതമാകുന്നത്. നമസ്കാര ശബ്ദം. ഓം വദനത്രയ സംയുതായേ നമഃ. നന്ദി, നമസ്കാരം. സർവം ജഗദംബാർപ്പണമസ്തു. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹേശ്വരീ. ഓം